വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇപ്പോൾ നമ്മളിലേക്ക് എത്തുകയാണ്. ആകാശത്തെ ആശങ്ക ഉയർത്തിക്കൊണ്ട് ഇതാ സൗദി എയർലൈൻസിന്റെ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിന് സമീപം തീപ്പൊരി കണ്ടെത്തിയിരിക്കുന്നു. ലക്നൌ വിമാനത്താവളത്തിലാണ് സംഭവം. വൻ ദുരന്തം തലനാരിടയ്ക്ക് ഒഴിവായി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിദ്ദയിൽ നിന്നും വന്ന വിമാനം ലാൻഡിങ്ങിനിടെ തീപ്പൊരി ഉണ്ടാവുകയായിരുന്നു. 250ഓളം ആളുകൾ വിമാനത്തിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹജ്ജ് തീർത്ഥാടകർ ഉൾപ്പെടെ 250 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. എല്ലാവരും സുരക്ഷിതരാണ് എന്നത് ഇപ്പോൾ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ആ വിമാനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സിബി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സിബി, ഒരു വലിയ വിമാന ദുരന്തത്തിന്റെ നടുക്കം നമ്മളെ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അതിന്റെ വേദന ഇപ്പോഴും നമ്മളെ ചൂഴ്ന്നു നിൽക്കുകയാണ്. ആ സമയത്താണ് മറ്റൊരു ആശങ്ക ഉയർത്തുന്ന സംഭവം നടന്നത്. പക്ഷേ തലനാരിഴയ്ക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നതും ആശ്വാസകരമാണ്. എന്താണ് സംഭവിച്ചത്? മനു, തീർച്ചയായും അഹമ്മദാബാദിലെ വിമാനാപകടത്തിന്റെ ആ ഒരു ഞെട്ടൽ മാറും മുമ്പാണ് മറ്റൊരു ദുരന്ത മുഖത്തുകൂടി എന്തായാലും ആ ഒരു ദുരന്തം ഉണ്ടാകാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നുള്ളത് ഏറ്റവും വലിയ ആശ്വാസകരമാണ്. ലക്നൌവിലെ ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഞായറാഴ്ച പുലർച്ചെ 6:30 ഈ ഒരു സംഭവം നടക്കുന്നത്. ജിദ്ദയിൽ നിന്നും വന്ന സൗദി എയർലൈൻസ് ലാൻഡിങ്ങിനിടെ ഇടത് ചക്രത്തിൽ തീപ്പൊരിയും പുകയും കാണുകയായിരുന്നു. എന്തായാലും വിമാനത്തിലുള്ള 250 ഹജ്ജ് തീർത്ഥാടന വിമാനത്തിലുണ്ടായിരുന്നത്. ആ വിമാനയാത്രക്കാരെല്ലാം തന്നെയും സുരക്ഷിതരാണെന്ന വിവരം കൂടി വന്നിട്ടുണ്ട് എന്ന് അവിടെ ഫയർഫോഴ്സ് എല്ലാം തന്നെ എത്തി പെട്ടെന്ന് തന്നെ തീ അണയ്ക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ലാൻഡിംഗ് ഗിയറിലാണ് ഈ തീപ്പൊരിയും പുകയും കണ്ടത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ സാങ്കേതിക തകരാറ് സംബന്ധിച്ച് ഇപ്പോഴും സൗദി എയർലൈൻസ് വ്യക്തമായൊരു ഔദ്യോഗികമായൊരു സ്ഥിരീകരണമോ വാർത്താക്കുറിപ്പോ ഇറക്കിയിട്ടില്ല. ശനിയാഴ്ച രാത്രി 10:45 ജിദ്ദയിൽ നിന്ന് പുറപ്പെട്ട SP-3112 എന്ന വിമാനമാണ് ഞായറാഴ്ച രാവിലെ 6:30 ഈ ലക്നൗ വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ ഈ ഒരു ലാൻഡിങ്ങിനിടെ തീപ്പൊരിയും പുകയും കാണുന്നൊരു സാഹചര്യം ഉണ്ടായത്. പെട്ടെന്ന് തന്നെ ഈ പൈലറ്റും സഹപൈലറ്റും കൂടി പെട്ടെന്ന് വിമാനം പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സുരക്ഷിതമായി എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിച്ച ശേഷം തുടർന്ന് ഈ ടാക്സി വേയിലേക്ക് മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ആ വിവരം. എന്തായാലും തലനാരിഴയ്ക്കാണ് ഒരു വൻ ദുരന്തം ഒഴിവായത്. ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ്. അതേസമയം തന്നെ ആശങ്കപ്പെടുത്തുന്ന വാർത്ത കൂടിയാണ്. തലനാരിഴയ്ക്കാണ് ഒരു ദുരന്തം ഒഴിവായത്. ഹജ്ജ് തീർത്ഥാടകർ 250-ലധികം ഹജ്ജ് തീർത്ഥാടകർ അവർ ജിദ്ദയിൽ നിന്നും അവിടെ ലാൻഡ് ചെയ്യേണ്ടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന നമുക്കൊരു വിവരം അനുസരിച്ച് ഈ ഹൈഡ്രോളിക് ചോർച്ചയാണ് ഈ ചക്രം, ഇടത് ചക്രം കൂടുതലായി അമിതമായി ചൂടാകുകയും ഇതിൻ്റെ ഹൈഡ്രോളിക് ചോർച്ചയാണ് ഈ അപകട കാരണം എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായ നിഗമനം. എന്തായാലും അത് സ്ഥിരീകരിക്കുന്ന ഒരു നിഗമനമല്ല. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹൈഡ്രോളിക് ചോർച്ചയാണ് ഈ ചക്രം അമിതമായി ചൂടാകുകയും ചെയ്ത് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് ഉണ്ടായതെന്നുള്ളതാണ്. എന്തായാലും അവിടെ തീയും പുകയും കണ്ടത് വലിയ ആശങ്ക ഉയർത്തുകയും പെട്ടെന്ന് തന്നെ അവിടെ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഈ പതയും വെള്ളവും വെച്ചുകൊണ്ട് തന്നെ ഇത് അടിച്ച് ഇത് എല്ലാം തന്നെയും കിടത്തുകയും ചെയ്തു. എന്തായാലും എല്ലാ വിമാനയാത്രക്കാരും സുരക്ഷിതരാണ്. ഉടൻ തന്നെ ആ വിമാനയാത്രക്കാരെ പുറത്തേക്ക് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ ആശങ്ക ആ ഒരു സമയത്ത് ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും വലിയൊരു വിമാന ദുരന്തം തന്നെയാണ് ഒഴിവായത്. തലനാരിഴയ്ക്കാണ് ഒരു ദുരന്തം ഒഴിവായത്. മനു, ശരി, സിബി വിവരങ്ങൾ നൽകിയത്.